വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഒരു ഐഡിയയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ ഉപദേശിക്കുകയല്ല. ഈ ചാനൽ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്കറിയാം. നിങ്ങൾ ആദ്യമായി വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം ഇതാണ്: വ്യത്യസ്തമായ വിഷയങ്ങൾ, വ്യത്യസ്തമായ അറിവുകൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. സിംഗിളായി ജീവിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ സിംഗിളായി ജീവിക്കുന്നത് തെറ്റാണ്. അത്തരത്തിലൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് ഓരോ വ്യക്തി അനുസരിച്ചിരിക്കും. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക. അതാണ് വീഡിയോയുടെ ഉദ്ദേശം. ഇതിലൂടെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തിലാവുക, അവർ ഒന്നിക്കുക, ഒരുപാട് നാൾ ജീവിക്കുക. ഈ ഐഡിയ ഇന്നും ലോകത്ത് വളരെയധികം റെലവൻ്റ് ആണ്. ഇതാണ് ശരിയായ ജീവിതമെന്ന് ഇന്നും ഒരുപാട് പേർ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, ലോകത്ത് ഒരു പുതിയ ഐഡിയ കൂടി വന്നിരിക്കുന്നു. സത്യത്തിൽ പുതിയ ഐഡിയ അല്ലത്, പക്ഷേ ഈ ഐഡിയ വിശ്വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം പതുക്കെ കൂടുന്നുണ്ട്. ഇവരുടെ അഭിപ്രായത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്, സിംഗിളായി ജീവിക്കുന്നതാണ് ശരിയായ രീതി. കണക്കുകൾ പറയുന്നത് ലോകത്ത് മുഴുവനും സിംഗിളായി ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുവെന്നാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ, US-ലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണത്രേ. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം മുഴുവൻ ജനസംഖ്യയുടെ 40%-ലധികമാണ്. ലോകത്തെല്ലായിടത്തും സിംഗിളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. സാഹചര്യം കാരണം സിംഗിളായി പോയവരല്ല ഇവർ. സിംഗിളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ യുഗത്തിലും ഈ കാലത്തിലും സിംഗിളായി ജീവിക്കുന്നവർ സമൂഹത്തിൽ പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി പറയപ്പെടുന്നു. സമൂഹം എന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ സംശയത്തോടെയാണ് നോക്കുന്നത്രേ. ഒരു ചെറിയ വിവേചനം ഇവർക്കെതിരെ ഉണ്ടത്രേ. പൊതുവെ ആൾക്കാർ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നുവെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിരിക്കുന്നതാണ്. സിംഗിളായി ജീവിക്കുന്ന ആൾക്കാർ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടുന്നു. ഒപ്പം അവർ സ്വയം നേരിടുന്ന മറ്റൊരു ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നമാണ്. വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വരുമാനമുണ്ടെങ്കിൽ ജീവിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അയാൾക്കുള്ള വരുമാനം ലിമിറ്റഡാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ എങ്കിലും പതുക്കെ പതുക്കെ സിംഗിളായി ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. എന്തുകൊണ്ട്? ശരിക്കും സിംഗിളായി ജീവിക്കുന്നത് ശരിയായ ജീവിത രീതിയാണോ? ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: സിംഗിളായി ജീവിക്കുന്നവർ എന്തുകൊണ്ട് സിംഗിളായി ജീവിക്കുന്നു? അതിന് കാരണം എന്താണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ലോകമെമ്പാടും സിംഗിളായി ജീവിക്കുന്നവർ ഒരുപാട് കാരണങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന 4 കാരണങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാരണം ഇതാണ്: സിംഗിളായി ജീവിക്കുന്നവർ പറയുന്നു, വിവാഹമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ സന്തോഷം കൊണ്ടുവരുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. അവർ പറയുന്നത് മിക്കപ്പോഴും വിവാഹങ്ങൾ കൊണ്ടുവരുന്നത് സങ്കടവും വേദനയുമാണത്രേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, എല്ലാ സമൂഹത്തിലും എല്ലാ ആൾക്കാരും വിവാഹം ചെയ്ത് ജീവിക്കണമെന്ന് തന്നെയാണ് ബേസിക് ഐഡിയ. ഇതെല്ലായിടത്തും ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അയാളെ കല്യാണം കഴിപ്പിക്കാൻ സമൂഹം വളരെ ഇൻട്രസ്റ്റഡ് ആണ്. എന്തുകൊണ്ടാണിത്? ചില ആൾക്കാർ പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്. ഫാമിലി ഇല്ലാണ്ടാവുന്നതോടെ സൊസൈറ്റി തന്നെ ഇല്ലാണ്ടാവുന്നു. അത് സൊസൈറ്റിയുടെ അസ്തിത്വത്തെ, സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിന് തന്നെ പ്രശ്നമായി മാറുന്നു. അതുകൊണ്ട് എല്ലാ നാട്ടിലും സൊസൈറ്റി ഒരാളെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കുന്നില്ല, സിംഗിളായിരിക്കാൻ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ സിംഗിളാണെങ്കിൽ സമൂഹം മുഴുവൻ അയാളുടെ കല്യാണം നടത്താൻ ഇൻട്രസ്റ്റഡ് ആണത്രേ. സിംഗിളായി ജീവിക്കുന്നവർ പറയുന്നത് വിവാഹം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സന്തോഷം വരുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നാണ്. അവർ പറയുന്നത് മിക്ക ആൾക്കാരും വിവാഹം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവരാണെന്നാണ്. എന്തിന് ഞാൻ ഈ വിവാഹം ചെയ്തു എന്നാണ് മിക്ക ആൾക്കാരും ആലോചിക്കുന്നത്രേ. മിക്ക ആൾക്കാരുടെ ജീവിതത്തിലും റിലേഷൻഷിപ്പും വിവാഹവും സങ്കടവും വേദനയും മാത്രമാണ് കൊണ്ടുവരുന്നത്രേ. എന്തിനു വെറുതെ ഉള്ള സന്തോഷത്തെ ഇല്ലാതാക്കണം? ഇതാണ് ഇവരുടെ ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ കാരണം.
രണ്ടാമത്തെ കാരണമായി സിംഗിളായി ജീവിക്കുന്നവർ പറയുന്നത് അവർക്ക് ആവശ്യത്തിന് സ്നേഹം ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ്. ഇനി കൂടുതൽ സ്നേഹം വേണമെന്ന് തോന്നുന്നില്ല എന്നാണ്. അവർ പറയുന്നത് ഇതാണ്: അവർക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നുണ്ടത്രേ. ആവശ്യത്തിനുള്ള സ്നേഹം, അഫെക്ഷൻ, കെയർ ഇതെല്ലാം ഇപ്പോൾ ഉള്ള ബന്ധങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്നു അത്രേ. അത് ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്നായിരിക്കാം, ഇതൊന്നുമല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം. ഈ ബന്ധങ്ങളിലൂടെ അവർക്ക് വേണ്ട സ്നേഹവും കെയറും അഫെക്ഷനും കിട്ടുമ്പോൾ ഇനി പുതിയൊരാൾ വന്ന് അയാളിൽ നിന്നും സ്നേഹം കിട്ടേണ്ട ആവശ്യം അവർക്ക് തോന്നുന്നില്ല അത്രേ. ഒരു എംപ്റ്റിനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രേ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇനി പുതിയൊരാൾ വരുന്നത്? ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഒരാളെ കൂടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഉള്ളത് നശിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഇതാണ് ചില ആൾക്കാരുടെ അഭിപ്രായം. സിംഗിളായി ജീവിക്കുന്നവരുടെ അടുത്ത കാരണം വേൾഡ് ഫേമസ് ആണ്: ഫ്രീഡം, സ്വാതന്ത്ര്യം. സിംഗിളായി ജീവിക്കുന്നവർ പറയുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യമുള്ളത് അത്രേ. അവർ പറയുന്നത് വിവാഹം കഴിഞ്ഞ ആൾക്കാരും ഇത് സമ്മതിക്കും എന്നാണ്. അവർ പറയുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുക എന്ന്. അല്ലാത്തവർക്ക് ഓരോ കാര്യം തീരുമാനിക്കുമ്പോഴും എല്ലാവരോടും സംസാരിക്കേണ്ടതായിട്ട് വരുന്നു, പലരിടത്തും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഒരുപാട് പേരുടെ അനുവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാവട്ടെ, ഒരു കാര്യം ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് അപ്പോൾ ചെയ്യാം. ചില ആൾക്കാർ വളരെ ലോജിക്കലായ ഒരു കാര്യവും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. അവർ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ചില ആൾക്കാരുടെ ജോലിക്ക് നല്ലത് എന്ന് പറയുന്നു. ചില ആൾക്കാരുടെ ജോലിയുടെ സ്വഭാവത്തിന് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അത്രയും നല്ലത്. ചില ആൾക്കാരുടെ ജോലിക്ക് അവരുടെ ഫാമിലി ഒരു വലിയ തടസ്സമാണത്രേ. അങ്ങനെയുള്ളവർക്ക് സിംഗിൾ ലൈഫാണ് ഏറ്റവും നല്ലതെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്തായിരുന്നല്ലോ, നമുക്ക് നാലാമത്തെ കാരണത്തിലേക്ക് പോകാം. സിംഗിളായി ജീവിക്കുന്നവരിൽ ഒരുപാട് പേർ പറയുന്ന കാര്യം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ വളരുന്നത് അത്രേ, സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് അത്രേ. സാധാരണഗതിയിൽ ഒരാൾ ചെയ്യാത്ത പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നു, പല സ്കില്ലുകളും പഠിക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വളരാൻ വളരെയധികം സഹായിക്കുന്നു അത്രേ. ഇങ്ങനെയും ഒരു കാഴ്ചപ്പാട് നാട്ടിലുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായിരുന്നാലും സിംഗിളായി ജീവിക്കുന്നതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല, സിംഗിളായി ജീവിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സത്യമെന്നാൽ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ കഥയും വ്യത്യസ്തമാണ്, എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ്, എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്കെങ്ങനെയാണ് പറയാൻ സാധിക്കുക എല്ലാവരും വിവാഹം ചെയ്യണമെന്ന്? നമുക്കെങ്ങനെയാണ് പറയാൻ സാധിക്കുക ആരും വിവാഹം ചെയ്യരുത് എന്ന്? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പേഴ്സണൽ ചോയ്സാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഓരോ വ്യക്തിയും എടുക്കേണ്ട തീരുമാനമാണ് സിംഗിളായിരിക്കണോ വേണ്ടയോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യുക.